സിനിമയിലെല്ലാം കണക്കിന്റെ കളികളാണ്. താരങ്ങളുടെ ഡേറ്റ്, ഷൂട്ടിംഗ് ഡേയ്സ്, റിലീസിംഗ് തീയതി, തിയേറ്ററിൽ ഓടിയ ദിവസം എത്ര, കോടി ക്ലബ്ബുകൾ എന്നിങ്ങനെ ചാർട്ട് ചെയ്തുള്ള അക്കങ്ങളിലൂടെയുള്ള കണക്കുകൂട്ടൽ. ഇതെല്ലാം ആശ്രയിക്കുന്നത് ഒരു സിനിമയുടെ മുതൽ മുടക്ക് എത്ര എന്നതിലേക്കാണ്. ഒരു സിനിമ സാധ്യമാകണമെങ്കിൽ അതിന് ഒരു നിർമ്മാതാവ് വേണം, കോടികൾ മുതൽ മുടക്ക് വേണം. അപ്പോൾ ഒരു നിർമ്മാതാവ് ഉണ്ടെങ്കിൽ മാത്രമാണ് സിനിമ നടക്കൂ. എന്നാൽ വലിയ കോടി ക്ലബ്ബുകളുടെ കണക്ക് പറയുമ്പോഴും സിനിമാ വ്യവസായത്തിൽ കൈപൊള്ളാതെ സേഫ് ആകുന്ന എത്ര നിർമ്മാതാക്കൾ ഉണ്ടാകുമെന്നത് പ്രസക്തമാണ്. മലയാളത്തെ സംബന്ധിച്ച് ആദ്യ 6 മാസം കൊണ്ട് തന്നെ 1000 കോടിയിലേറെ ബിസിനസ് നടന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. എന്നിട്ടും നിർമ്മാതാക്കൾ ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെ. അത് എന്തുകൊണ്ടാകാം? കാണാം ടേക്ക് വൺ. ആദ്യമായി ഒരു മലയാള സിനിമ 200 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ നേടുന്ന 3 ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച, 4 ചിത്രങ്ങൾ 50 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് മികവ് കാണിച്ച, ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് സ്ട്രൈക്ക് റേറ്റുള്ള ഇൻഡസ്ട്രിയായി മലയാളം മാറിയ കഴിഞ്ഞ 6 മാസക്കാലം. ഓർമാക്സ് മീഡിയയുടെ കണക്ക് പറയുന്നത് കഴിഞ്ഞ 6 മാസങ്ങളിൽ ഇന്ത്യയിൽ 4000-ഓളം കോടി രൂപയുടെ ബോക്സ് ഓഫീസ് ബിസിനസ്സാണ് നടന്നത്. അതിൽ 25%, അതായത് 4/1 ബിസിനസ് മലയാളം സിനിമാ മേഖലയുടേതും മാത്രം. ചരിത്രത്തിൽ ആദ്യമാണ് ഇതുപോലെ മികച്ച കാലഘട്ടം. ഈ വിജയത്തിളക്കങ്ങൾക്കിടയിലും സിനിമാ മേഖല പ്രതിസന്ധിയിൽ. സിനിമകളുടെ എണ്ണവും വിജയശതമാനവുമായി തട്ടിച്ചു നോക്കിയാൽ ആശ്വസിക്കാനുള്ള വകയില്ല. 2024 ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസ കാലാവധിയിൽ 117 മലയാള സിനിമകളാണ് ഇറങ്ങിയത്. അതിൽ 20ഓളം ചിത്രങ്ങൾക്ക് മാത്രമാണ് മുടക്കുമുതലെങ്കിലും തിരിച്ചുപിടിക്കാനായത്. ബാക്കിയുള്ള 100ഓളം ചിത്രങ്ങളിൽ പകുതിയും തിയേറ്ററിൽ ഒരാഴ്ച പോലും തികച്ചില്ല. മുതൽ മുടക്കിന്റെ 10% പോലും നേടാനാവാതെ തിയേറ്റർ വിട്ട ചിത്രങ്ങളും ഏറെ. അതായത് ഇപ്പോഴും മലയാള സിനിമയിൽ ഭൂരിഭാഗം നിർമ്മാതാക്കളും പണം മുടക്കി നഷ്ടത്തിന്റെ വലിയ ഭാരം തലയിൽ കൊണ്ടു നടക്കുന്നു എന്ന്. 2024 മഹാവിജയം കൊണ്ട് ഏതാനും പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് ലാഭമുണ്ടായത്. ഇൻഡസ്ട്രിക്ക് മൊത്തം മിനിമം ഗ്യാരണ്ടി ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ ചുരുങ്ങിയത് 15 കോടിയെങ്കിലും വേണം. അതിന് പ്രധാന കാരണം താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമാണ്. സിനിമകളുടെ വിജയം മുതലെടുത്ത താരങ്ങളും ടെക്നീഷ്യൻസും കുത്തനെ പ്രതിഫലം കൂട്ടുകയാണ്. 4 കോടിക്ക് മുകളിലാണ് എല്ലാ മുൻനിര നായകരുടെയും പ്രതിഫലം. മലയാളത്തിലെ യുവതാരം പുതിയ ചിത്രത്തിന് ആവശ്യപ്പെട്ടത് 5 കോടി രൂപ. സമീപകാലത്തെ ഹിറ്റ് സിനിമകളിലെ നായകനായ യുവതാരങ്ങളിലെ തന്നെ യുവതാരം ആവശ്യപ്പെടുന്നത് 1.5 കോടി എന്നാണ് ഇൻഡസ്ട്രി വർത്തമാനം. താരങ്ങൾ മാത്രമല്ല, ടെക്നീഷ്യൻസും പ്രതിഫല കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഛായാഗ്രഹണ മേഖലയിലെ ചിലർ പ്രതിഫലം ദിവസവേതനമാക്കി കഴിഞ്ഞു. 1 ലക്ഷത്തിലധികമാണ് ഒരു ദിവസം ഇവർ ആവശ്യപ്പെടുന്നത്. ഒപ്പമുള്ള സഹായികളുടെ പ്രതിഫലം വേറെ. സംഗീത സംവിധായകൻ മ്യൂസിക് റൈറ്റ്സ് ആണ് ആവശ്യപ്പെടുന്നത്. അവർ അത് വൻ തുകയ്ക്ക് മ്യൂസിക് കമ്പനികൾക്ക് വിൽക്കും. മുൻപ് ഒരു നിർമ്മാതാവിന് തിയേറ്റർ വരുമാനത്തിനൊപ്പം OTT, സാറ്റലൈറ്റ്, മ്യൂസിക് റൈറ്റ്സ് ഒക്കെ വരുമാന സ്രോതസ്സായിരുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സ് റൈറ്റ്സ് മേടിക്കുന്നതോടെ അങ്ങനെയും വരുമാനം നിലയ്ക്കുന്ന അവസ്ഥ. കുറച്ചുനാളായി പ്രധാന OTT പ്ലാറ്റ്ഫോമുകളെല്ലാം മലയാള ഇൻഡസ്ട്രിയെ ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടാണ്. ഒരുപിടി ചിത്രങ്ങളാണ് സൂപ്പർ താരങ്ങളുടേതടക്കം OTT റൈറ്റ്സ് കിട്ടാതെ അനിശ്ചിതത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്റർ കളക്ഷൻ മാത്രമാണ് നിർമ്മാതാവിന്റെ പ്രധാന വരുമാന സ്രോതസ്. അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും തിരികെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലാണ് നിർമ്മാതാക്കളും. പുതിയ സിനിമകളോട് സാറ്റലൈറ്റ് ചാനലുകളും മുൻനാളുകളെ പോലെ വലിയ ബിസിനസ്സിന് മുതിരുന്നില്ല എന്നത് വെല്ലുവിളിയാണ്. സമാന അവസ്ഥയിലാണ് ബോളിവുഡും കടന്നുപോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹർ പ്രതികരിച്ചിരുന്നു. സിനിമയ്ക്ക് 3.5 കോടി രൂപയുടെ ഓപ്പണിംഗ് പോലും നേടാനാകാത്ത താരങ്ങൾ 35 കോടി രൂപയാണ് പ്രതിഫലമായി ആവശ്യപ്പെടുന്നത്. ജവാനും പഥാനും വിജയിച്ചപ്പോൾ എല്ലാവരും ആക്ഷൻ ചിത്രങ്ങളുടെ പിറകെയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രണയകഥ വിജയിക്കും. മൾട്ടിപ്ലക്സുകളിൽ മാത്രം ഓടിയതുകൊണ്ട് സിനിമ സാമ്പത്തികമായി വമ്പൻ വിജയം നേടിയില്ല. നഗരങ്ങളെയും ചെറിയ പട്ടണങ്ങളെയും അവഗണിച്ചാൽ സിനിമയ്ക്ക് വലിയ ബിസിനസ് നടക്കില്ലെന്ന് മനസ്സിലാക്കണമെന്നായിരുന്നു കരൺ ജോഹർ പറഞ്ഞത്. കോവിഡിന് ശേഷം ബോക്സ് ഓഫീസ് വിജയത്തിൽ നേരിടുന്ന പ്രതിസന്ധി ബി ടൗണിൽ തുടരുകയാണ്. അത് തെലുങ്കിലും തമിഴ് സിനിമാ മേഖലയിലുമെല്ലാം നടക്കുന്ന കാര്യമാണ്. കനത്ത പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ സഹായികൾക്കും വൻ തുക ചെലവിടേണ്ട സ്ഥിതി വന്നതോടെ പുതിയ സിനിമകൾ ചിത്രീകരിക്കേണ്ടെന്നാണ് തമിഴ്നാട്ടിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ തീരുമാനം. കേരളത്തിലും ഇതേ മാതൃക തുടരേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. സിനിമ അതിശയിപ്പിച്ചാൽ ജനക്കൂട്ടം തിയേറ്ററിലേക്ക് എത്തുമെന്നത് വിജയ ചിത്രങ്ങളുടെ കണക്ക് തെളിയിച്ചതാണ്. എന്നാൽ 2024 ആദ്യ പകുതിയിൽ മലയാളം നിലനിർത്തിയ ആധിപത്യം
ഇനി 6 മാസം തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം തമിഴിലും തെലുങ്കിലും നിന്ന വലിയ ചിത്രങ്ങളാണ് ഇനി എത്തുന്നത്. അപ്പോൾ ഓർക്കേണ്ടതായിട്ടൊന്നുണ്ട്, ഓരോ സിനിമയും കൂട്ടമായ അധ്വാനമാണ്. അതിൽ ഒരു വിഭാഗം മാത്രം പണമുണ്ടാക്കുകയും മറ്റൊരു വിഭാഗം ഉള്ളത് ചെലവഴിച്ച് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന അവസ്ഥ ന്യായീകരിക്കാനാവില്ല.